അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. കായംകുളം MSM കോളേജിന് മുന്നിലായിരുന്നു സംഭവം. ചന്ദനത്തോപ്പിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന ആവശ്യം. കരുനാഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. കൊല്ലം ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 170 പട്ടയങ്ങൾ കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. കായംകുളം MSM കോളേജിന് മുന്നിലായിരുന്നു സംഭവം. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. MSM കോളേജിന് മുൻവശത്തായി ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ബസിനാണ് തീപിടിച്ചത്. യാത്രക്കാർക്ക് പരിക്കില്ല എന്നാണ് പ്രാഥമിക വിവരം. ബസിൽ നിന്ന് മണമുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ബസ് നിർത്തി ഉടൻ തന്നെ യാത്രക്കാരോട് പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെ ബസിൽ തീ ആളിപ്പടർന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. കാറിലുണ്ടായിരുന്നവർ കാർ ഉപേക്ഷിച്ചോടി രക്ഷപ്പെട്ടു. ചന്ദനത്തോപ്പിനടുത്താണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് വിവരം. വ്യാഴാഴ്ച രാത്രി ചന്ദനത്തോപ്പിൽ കുഴിയത്തേക്ക് പോകുന്ന റോഡിലാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഡ്രൈവർ ആദ്യം സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു. പിന്നീട് കാറിലുണ്ടായിരുന്നവരും. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്നും മദ്യക്കുപ്പികളും ഗ്ലാസും കണ്ടെത്തി. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുട്ടിയാം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശൂരനാട് വടക്ക് രക്തസാക്ഷി മണ്ഡപം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോവൂർ കുഞ്ഞുമോൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 12 കോടി രൂപ ചിലവഴിച്ചാണ് റോഡുകൾ പുനരുദ്ധരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ കീരിക്കുഴി രക്തസാക്ഷി മണ്ഡപം ഗിരിവനം റോഡ്, പോരുവടി ഗ്രാമപഞ്ചായത്തിലെ പുളിന്തിട്ടമുക്ക് ചാത്താകുളം റോഡ് എന്നിവയുടെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഗ്രാമീണ റോഡുകൾ PWDയിൽ ഉൾപ്പെടുത്താത്തതിനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിലച്ച നിലയിലായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു നൽകുന്ന നാമമാത്രമായ തുകയായിരുന്നു റോഡിന്റെ മെയിൻ്റനൻസിനായി ചിലവഴിച്ചിരുന്നത്. ഇത് കാരണമാണ് റോഡ് നിർമ്മാണം നിലച്ചിരുന്നത്. കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് റോഡുകൾ PWDയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ രക്തസാക്ഷി മണ്ഡപം ഗിരിപുരം പുളിന്തിട്ടമുക്ക് ചാത്താകുളം റോഡിന്റെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 12 കോടി രൂപ അനുവദിച്ചു നൽകിയത്. ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം സംഘടിപ്പിച്ച നിർമ്മാണ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. ഇതൊരു ഗ്രാമീണ റോഡാണ്. സാധാരണ ബഡ്ജറ്റിൽ PWD റോഡുകൾ, നാഷണൽ ഹൈവേ വിഭാഗം റോഡുകൾ മാത്രമാണ് ബഡ്ജറ്റിൽ ഇടം നേടുന്നത്. എന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വളരെ വർഷത്തെ ആഗ്രഹം ഈ റോഡ് അമ്മച്ചിമുക്ക് മുതൽ കണ്ണമൻ ജംഗ്ഷൻ വരെയുള്ള ഈ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണ്. കൂരിക്കുഴി പാലം മുതൽ അമ്മച്ചിമുക്ക് വരെയുള്ളത് പഞ്ചായത്ത് റോഡ്. പുളിമൂട് ജംഗ്ഷൻ മുതൽ
നമ്മുടെ ചാത്താകുളം ഹരിസമ പോയത് അവിടെ വരെ ഉള്ളതും പഞ്ചായത്ത് റോഡാണ്. ഇത് ബഡ്ജറ്റിൽ വന്നു 12.5 കോടി രൂപയുടെ അനുമതി ലഭിച്ചു. പക്ഷെ ഫിനാൻസ് അപ്രൂവൽ തരുന്നില്ല. കാരണം PWD മാനുവൽ പ്രകാരം അവർ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയുള്ള റോഡ് PWDന്റെ മാനുവലിലേ ഇല്ല. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി മണ്ഡപം വാർഡ് ജനപ്രതിനിധി സന്തോഷ് കുമാർ സ്വാഗത പ്രസംഗം നടത്തി. കാപ്പക്സ് ചെയർമാൻ M. ശിവശങ്കരപിള്ള, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി P. ശ്യാമളയമ്മ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. ശ്രീകുമാർ, ബിനു മംഗലത്ത്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ അമ്പിളി ഓമനക്കുട്ടൻ, K. പ്രദീപ് കുമാർ, രാജേഷ്, ബിനു I. നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. BMBCW നിലവാരത്തിലാണ് റോഡുകൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി പുനരുദ്ധരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കൃഷി, മൃഗസംരക്ഷണം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. പട്ടികജാതി വികസനം, ആരോഗ്യമേഖല എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് ബദലായി ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ പുതുതലമുറയെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും പ്രാധാന്യം നൽകി മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യക്ഷേമം എന്നിവ മുൻനിർത്തിയുള്ള ബഡ്ജറ്റാണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റേത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് P. പുഷ്പകുമാരി അവതരിപ്പിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ട പദ്ധതികൾ ഭൂരിഭാഗവും പൂർത്തീകരണ ഘട്ടത്തിലും അന്തിമ ഘട്ടത്തിലുമാണ്. നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ 46.44% തുകയോളം ചിലവഴിച്ചു. പൂർത്തിയാക്കാനുള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ലക്ഷ്യമിട്ട നേട്ടങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനും ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തനതു വരുമാനം കുറവായ ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും മാത്രമാണ് പദ്ധതികൾക്കുള്ള ധനസ്രോതസ്. എന്നിരുന്നാലും പ്രാദേശിക വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിർവഹണത്തിൽ എത്തിക്കേണ്ടത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ചുമതലയിൽപ്പെടുന്നതാണ്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് R. സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. ചന്ദ്രബാബു സ്വാഗത പ്രസംഗം നടത്തി. പട്ടികജാതി വികസനം, സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിപാലനം, ആരോഗ്യമേഖല, ശുചിത്വമുള്ള കുടിവെള്ളം, വിദ്യാഭ്യാസ, കല, സാംസ്കാരിക, യുവജനക്ഷേമം എന്നിവയ്ക്ക് മികച്ച പ്രാമുഖ്യമാണ് ബഡ്ജറ്റിലുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം, പ്രാദേശിക വികസനം എന്നിവ ലക്ഷ്യം വെച്ചുള്ള സമഗ്ര ബഡ്ജറ്റ് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിനെ മാറ്റുമെന്ന് വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. മണ്ണെടുപ്പ് ശക്തമായതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പൂയപ്പള്ളി പഞ്ചായത്തിലാണ് മലനിരകൾ ഏറെയും അപ്രത്യക്ഷമാകുന്നത്. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം നടത്തുന്നതിന് അനുമതി തരപ്പെടുത്തിയാണ് മലനിരകൾ ഇടിച്ചു നിരത്തുന്നതായി ആക്ഷേപമുള്ളത്. ദേശീയപാതയുടെ പേരിലെടുക്കുന്ന കരമണ്ണിന്റെ ഒരു പങ്ക് അനധികൃതമായി നിലം നികത്തുന്നതിന് ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട്. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം നടത്തുന്നതിന് അനുമതി തരപ്പെടുത്തിയാണ് മലനിരകൾ തുരുതുര ഇടിച്ചു നിർത്തുന്നതെന്നാണ് ആക്ഷേപം. ദേശീയപാതയുടെ പേരിലെടുക്കുന്ന കരമണ്ണിന്റെ ഒരു പങ്ക് അനധികൃതമായി നിലം നികത്തുന്നതിനാണ് ഉപയോഗിക്കുന്നതെന്നും സൂചനയുണ്ട്. വെളിയം ഗ്രാമപഞ്ചായത്തിലെ പരുത്തിയറയേല, പൂയപ്പള്ളി പഞ്ചായത്തിലെ മരുതമൺപള്ളി മാക്രിയില്ലാക്കുളത്തിന് സമീപത്തെയും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെ പൂയപ്പള്ളി ഏല തുടങ്ങിയ നെൽപ്പാടങ്ങൾ നികത്തലാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ തകൃതിയായി നടന്നുവരുന്നത്. പൂയപ്പള്ളി പഞ്ചായത്തിലെ അടുതലയിൽ 2 ഇടത്തായിട്ടാണ് ഇപ്പോൾ മണ്ണ് ഖനനം നടത്തുന്നത്. അടുതല പയ്യക്കോട് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് 1 ഏക്കറോളം ഭൂമിയിൽ നിന്നും മണ്ണെടുത്തു മാറ്റുന്നതിനാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയത്. ഇവിടെ നിന്നും ടോറസ് ലോറിയിൽ 6000-ഓളം ലോഡ് മണ്ണാണ് നീക്കം ചെയ്തിട്ടുള്ളത്. ഇത് അനുമതിയോടുകൂടിയുള്ള ഖനനമായിരുന്നെങ്കിൽ ഇതിനോട് ചേർന്ന് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും യാതൊരു അനുമതിയും കൂടാതെ തന്നെ ഏകദേശം ഇത്രയും അളവിൽ മണ്ണ് ഖനനം നടത്തി കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ ചമ്പൽക്കാടിന് സമാനമായ ഭൂപ്രദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മല 100 അടിയിലധികം ആഴത്തിൽ ഖനനം ചെയ്തിരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വൻ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഖനനത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. നമ്മുടെ ചെങ്കളം വാർഡിൽ അടുതല ഭാഗത്തു നിന്നും വ്യാപകമായ രീതിയിൽ മണ്ണെടുത്ത് രാത്രികാലങ്ങളിൽ മണ്ണ് മാഫിയും സംഘവും ചേർന്ന് മണ്ണെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇത് നമ്മുടെ ഹൈവേ റോഡിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് എടുത്തുകൊണ്ട് പോയി എവിടെ ഉപയോഗിക്കുന്നതും ആർക്കും അറിയാൻ വയ്യ. നമ്മുടെ ഈ നാടിൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള വ്യാപകമായ മണ്ണെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭൂമിയുടെ ഘടന മാറ്റുക, ഈ ഭൂമി മാറുമായി വളരെ അടുത്തുള്ള
ഭാഗമാണ്. ഈ ആറിൻ്റെ പ്രൊട്ടക്ഷനായുള്ള ഭൂമിയാണിത്. ഇതൊരു മിച്ചഭൂമിയാണ്. ഇത് പണ്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ കൊടുത്ത ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്നാണ് വളരെ വ്യാപകമായ രീതിയിൽ മണ്ണെടുത്ത് ഈ ഭൂമിയുടെ ഘടന മാറ്റുന്നത്. അത് ഈ മണ്ണെടുക്കുന്നത് മൂലം ഈ സമീപപ്രദേശത്തുള്ള വീടുകളിൽ കുടിവെള്ളമില്ല. ഇതിനടുത്തെല്ലാം കോളനികളായ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നാണ് ഈ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ മണ്ണെടുക്കുന്നത്. ഈ പ്രദേശത്തെ ഖനനാനുമതിയുടെ സമയപരിധി അവസാനിച്ചതോടെ മണ്ണ് മാഫിയ സംഘം മണ്ണ് ഖനനം ചെയ്യുന്നതിനായി അടുതല പാലത്തിന് സമീപം ആറ്റുതീരത്തായി 18 ഏക്കർ കുന്നിൻപുറം വിലയ്ക്ക് വാങ്ങിയാണ് ഹൈവേ വികസനത്തിനെന്ന പേരിൽ മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി കരസ്ഥമാക്കി ഖനനം ആരംഭിച്ചിരിക്കുന്നത്. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരന്തരം മണ്ണ് ഖനനം നടത്തുന്നതും കൂറ്റൻ ടോറസ് ലോറികളിൽ നൂറുകണക്കിന് മണ്ണ് കടത്തുന്നതും കാരണം റോഡ് തകരുന്നതിനും പാരിസ്ഥിതിക ആഘാത നിമിത്തം മലനിരകൾ ഇടിഞ്ഞു താണ് ആറ്റിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. ഹൈവേ വികസനത്തിൻ്റെ മറവിൽ വ്യാപകമായ മണ്ണ് കൊള്ളയാണ് പൂയപ്പള്ളി പഞ്ചായത്തിൻ്റെ അങ്ങേയറ്റമായ അടുതല പാലത്തോട് ചേർന്നുള്ള ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വണ്ടികളാണ് ഡെയിലി ഹൈവേ വികസനത്തിൻ്റെ പേരിൽ രായും പകലും വന്ന് ടോറസുകൾ ഇങ്ങനെ മണ്ണ് നിറച്ചുകൊണ്ട് പോവുകയാണ്. പരിസ്ഥിതി ദുർബലമായ പ്രദേശമായിട്ടുള്ള ഈ സ്ഥലത്ത് മണ്ണെടുക്കാൻ അനുമതി കൊടുത്തതാര് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ മണ്ണ് മാഫിയയും ഉദ്യോഗസ്ഥ ലോബിയും ചേർന്ന് വ്യാപകമായ രീതിയിൽ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ മണ്ണ് കൊള്ള നടത്തി ഭൂമിയെ തുരന്ന് കാർന്ന് തിന്ന് നശിപ്പിക്കുകയാണ്. ഇതിവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും അതിന് മുകളിലോട്ടുള്ള ഒരുപക്ഷെ രാഷ്ട്രീയ മേലാളന്മാരുടെയും ഒക്കെ ഒത്താശയോടുകൂടിയാവുമെന്ന് ഈ നാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകരും പൊതുജനങ്ങളും സംശയിക്കുകയാണ്. പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന രീതിയിലുള്ള ഖനനം നടത്തുന്നതിനായി അനുമതി നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഖനനത്തെക്കുറിച്ച് തുടർ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രമേ തുടർന്നുള്ള ഖനനം പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ, RTO, മറ്റ് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതുവരെ ഖനനാനുമതി നിർത്തിവെക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. തേവലക്കര മുള്ളിക്കാല SILP സ്കൂളിൽ മില്ലറ്റ് വർഷാചരണം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂളിലെ ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ഉപജില്ലാ നൂൺമീൽ ഓഫീസർ K. ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തേവലക്കര മുള്ളിക്കാല SILP സ്കൂളിൽ മില്ലറ്റ് വർഷാചരണം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂളിലെ ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചുട്ടെടുക്കുന്നവ, മധുരപലഹാരങ്ങൾ, സാലഡ്, ആവിയിൽ പുഴുങ്ങുന്നവ, എണ്ണയിൽ പൊരിച്ചവ, ചെറുധാന്യ വിഭവങ്ങൾ എന്നിങ്ങനെ 5 കോർണറുകളായാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. PTA പ്രസിഡന്റ് നിസാർ കുമ്പഴ അധ്യക്ഷത വഹിച്ചു. ചവറ നൂൺമീൽ ഉപജില്ലാ ഓഫീസർ K. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ 879 വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഒരു മില്ലറ്റ് വിഭവം നൽകുന്ന ഒരു പരിപാടി നടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പോഷക പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ മില്ലറ്റ് കേക്കും മില്ലറ്റ് വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിപാടിയാണ് നടക്കുന്നത്. ചവറ സബ് ജില്ലയിലെ സ്കൂളുകളിൽ വൈവിധ്യമാർന്ന രീതിയിൽ ഉച്ചഭക്ഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് പാലക്കൽ സ്കൂളിൽ നിന്നാണ്. പാലക്കൽ സ്കൂളിൽ ഇപ്പോൾ പ്രഭാത ഭക്ഷണ പരിപാടിയും ചവറ സബ് ജില്ലയുടെ ഈ മില്ലറ്റ് കുറുക്ക് ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. സ്കൂൾ മാനേജർ ഇബ്രാഹിംകുട്ടി കണിയാന്റെ കിഴക്കതിൽ, മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ സമദ്, സീനിയർ അസിസ്റ്റന്റ് D. ഹരികുമാർ, പ്രഥമാധ്യാപകൻ CS അൻസർ, സ്കൂൾ ആരോഗ്യ ക്ലബ്ബ് കൺവീനർ PS രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മൾ മലയാളികൾ മറന്നുപോയി നാടൻ പലഹാരം. ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകത്താണ് നാം ഏവരും. അപ്പോൾ നമ്മുടെ കുട്ടികളും ഫാസ്റ്റ് ഫുഡാണ് അല്ലേ. ക്ലാസ്സിൽ കുട്ടികളുടെ ഇഷ്ട ആഹാരമൊക്കെ ചോദിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും അൽഫാമും ബിരിയാണി, കുഴിമന്തിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നാടൻ പലഹാരങ്ങൾ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ SRG ഒരു പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്താണ് ഞങ്ങൾ ഈ ഒരു തലത്തിൽ വരെ എത്തിയത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വിജയമായി മാറി. അതിന് പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളോടാണ് ഏറ്റവും ആദ്യം SILP കടപ്പെട്ടിരിക്കുന്നത്. ഫാസ്റ്റ് ഫുഡും നാടൻ ഫുഡും എന്ന വിഷയത്തിൽ രക്ഷകർത്താക്കളുടെ സംവാദവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ നടത്തി. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്.
ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, സപ്ലൈകോ ഷോപ്പുകളിലെ സബ്സിഡി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് നിയമസഭയിൽ ഉറപ്പു നൽകിയ ഭക്ഷ്യമന്ത്രി പിന്നീട് മന്ത്രിസഭാ യോഗത്തിലൂടെ സബ്സിഡി വെട്ടിക്കുറച്ച് വിലക്കയറ്റം വരുത്തിവെച്ചത് സഭയോടും ജനങ്ങളോടുമുള്ള അവഹേളനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തോട് എല്ലാ സംഘടനകൾക്കും പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത തെളിവാക്കുന്ന ഒരു പരിപാടി കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വർത്തമാന കാലഘട്ടത്തിൽ കാലിക പ്രാധാന്യമുള്ള ഏറ്റവും വലിയ വിഷയം സാധാരണക്കാരനെ സംബന്ധിച്ച് ജോലിയില്ല, കൂലിയില്ല, അസുഖങ്ങൾ, ഇപ്പോൾ ഈ മാർച്ച് അങ്ങോട്ടായപ്പോഴത്തേക്കും ബാങ്കിൻ്റെ ജപ്തി ഭീഷണി, അങ്ങനെ വല്ലാതെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവൻ്റെ ജീവിതം വരിഞ്ഞു മുറുക്കി പോകുന്ന ഈ സാഹചര്യത്തിൽ ആത്മഹത്യകൾ പെരുകുന്നു, കടബാധ്യത വർദ്ധിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, അവന് ഉപകാരപ്രദമാകേണ്ടുന്നത് റേഷൻ കടകളും മാവേലി സ്റ്റോറുകളും സപ്ലൈകോയുടെ സ്ഥാപനങ്ങളും നീതി മെഡിക്കൽ സ്റ്റോറുകളുമൊക്കെയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് B. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചുമതലയുള്ള UWEC സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബൻ G. നാഥ് സമരപ്രഖ്യാപനം നടത്തി. M. അൻസാർ, ബിന്ദു ജയൻ, ബാബുജി പട്ടത്താനം, അഡ്വക്കേറ്റ് KA. ജവാദ്, BS. വിനോദ്, N. ജയകുമാർ, നീലികുളം സദാനന്ദൻ, P. സോമരാജൻ, R. ദേവരാജൻ, സിംലാൽ, N. കൃഷ്ണപിള്ള, പെരുമാനൂർ രാധാകൃഷ്ണൻ, N. സുഭാഷ് ബോസ്, ബിനോയ് കരിമ്പാലിൽ, മോഹനൻ വയനകം, മോളി S. K. വിനോദ്, രാജൻ പിള്ള കൊപ്പാറ, PA. താഹ, അനില ബോബൻ, വത്സല, ജോയ്സ് കുരുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് 1 കിലോ അരി വാങ്ങണമെങ്കിൽ 50 രൂപ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കണം. ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1 കിലോ പിരിയൻ മുളകിന് 170 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 1 കിലോ പിരിയൻ മുളക് വാങ്ങണമെങ്കിൽ 400-450 രൂപ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കണം. ചെറുപയറുടെ വില, കടലയുടെ വില, പഞ്ചസാരയുടെ, തേയിലയുടെ വില എല്ലാത്തിനും ക്രമാതീതമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തോടെ കടന്നു പോകുമ്പോൾ അവ നിയന്ത്രിക്കുവാനും വില നിലവാരം പിടിച്ചു നിർത്തുവാനും ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശാസ്താംകോട്ട DB കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി R. ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് കഫറ്റീരിയ കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ കമ്പ്യൂട്ടർ ലാബിന്റെയും കഫറ്റീരിയ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നടത്തി. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. മറുവശത്ത് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ തുടക്കം മുതൽ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ 2 സമീപനങ്ങൾ, വിമുഖമായിട്ടുള്ള സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും പരിപാടികളും ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയം എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഒരു സ്കീമിന് മുഴുവൻ തുകയും കൊടുക്കാനില്ല എന്നാണ്. 100% ഫണ്ടാണ്. നമുക്ക് 2 കോടി രൂപയാണ് നമുക്ക് 2 കോടി വേണ്ടി വരേണ്ടതാണ്. പക്ഷെ 1 കോടി 40 ലക്ഷം രൂപ, ബാക്കി 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് കൂടി ആഡ് ചെയ്യും. അത് അവർ പറയുന്നത് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ KC പ്രകാശ് സ്വാഗതം പറഞ്ഞു. ഇഷിത റോയ് IAS, സുധീർ K IAS, PS പ്രശാന്ത്, A അജിത് കുമാർ, G സുന്ദരേശൻ, G ബൈജു, R അജിത് കുമാർ, ഡോക്ടർ KS അനിൽകുമാർ, G ശങ്കർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത, തുണ്ടിൽ നൌഷാദ്, M രജനി, ഡോക്ടർ SR രാജേഷ്, RG രാഗി, ഡോക്ടർ രാധികാനാഥ് G, Y ഷാജഹാൻ, ഡോക്ടർ S ജയന്തി, R ശ്രീജ, BS മീനാക്ഷി, ഡോക്ടർ പ്രദീപ് കുമാർ KS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാമുദ്ദീൻ തച്ചോണം ഉദ്ഘാടനം നിർവഹിച്ചു. ചൂഷണമില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യം ഉന്നയിച്ചാണ് ജില്ലാ സമ്മേളനം നടന്നത്. ചൂഷണമില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യം ഉന്നയിച്ചാണ് STDU ജില്ലാ സമ്മേളനം നടന്നത്. യൂണിയൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് AK ഷെരീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ കടക്കൽ ജലീൽ, സലീം കാരാടി, ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈമാൻ റോഡുവിള, SDPA ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി, യൂണിയൻ ജില്ലാ നേതാക്കളായ സനുജ് സേട്ട്, നൌഷാദ് ആയത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.
കൊല്ലം ജില്ലാതല പട്ടയമേള ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാതലത്തിൽ പട്ടയ വിതരണ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ഈ 7.5 വർഷം കൊണ്ട് 3.4 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയിരിക്കുകയാണ്. ഈ ഓരോ ആളും കുടുംബവും ദീർഘകാലമായി ഇത്തരമൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. കേരളം സാമ്പത്തികമായി ഞെരുക്കപ്പെടുമ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട്. അത് 2ാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ന് 4ാം പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ 1.5 ലക്ഷത്തിലധികം ആൾക്കാർക്ക് ഇന്ന് പട്ടയം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട്. ഇതിനകത്ത് തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നേറുന്നത് നാം കണ്ടു. നമ്മുടെ ഈ കേരളം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 7.5 വർഷക്കാലം കൊണ്ട് 3.5 ലക്ഷത്തിലധികം ആൾക്കാർക്ക് വീട് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട്. നമുക്കറിയാം, ഇന്നും ഭൂമിക്ക് സ്വന്തമായി ഒരു കൈവശം ആ രേഖയില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന നിരവധി ആൾക്കാരാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും രേഖയും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കുവാൻ പറ്റാവുന്ന തലത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നത്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം നടന്ന കൊല്ലം ജില്ലാതല പട്ടയമേളയിൽ അർഹരായവർക്ക് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പട്ടയങ്ങൾ വിതരണം ചെയ്തു. പത്തനാപുരം 4, പുനലൂർ 54, കൊട്ടാരക്കര 49, കൊല്ലം 36, കരുനാഗപ്പള്ളി 11, കുന്നത്തൂർ 16 എന്നിങ്ങനെ 170 പട്ടയങ്ങളാണ് നൽകിയത്. എം മുകേഷ് MLA, ജില്ലാ കളക്ടർ N ദേവിദാസ്, സബ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പട്ടയ വിതരണം നടത്തുന്ന വേദികളിലെല്ലാം വേളകളിലെല്ലാം നമ്മൾ അനുഭവപ്പെട്ടത്, ഞാൻ ആദ്യമായിട്ട് MLA ആയിട്ട് വന്നപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ പട്ടയം ലഭിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംരംഭകത്വ വികസന ക്ലബ്ബ് സെമിനാറും കരകൗശല പ്രവൃത്തി പരിശീലനവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംരംഭകത്വ വികസന ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംരംഭകത്വ വികസന ക്ലബ്ബ് കലാലയങ്ങളിൽ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. പരിപാടിയോടനുബന്ധിച്ച് സംരംഭകത്വ വികസന ക്ലബ്ബ് കലാലയങ്ങളിൽ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ജി അനിൽകുമാർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു 5 വർഷം കൂടി ഒരു സംരംഭം നിലനിന്ന് പോവുകയാണെങ്കിൽ അത് സക്സസ് ആയെന്ന് പറയാം. തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളും സക്സസ് ആവുന്നില്ല. അതിന് പല കാര്യങ്ങളുണ്ട്. ഒരു സംരംഭത്തിന് അടിസ്ഥാനമായ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്? 5 M's എന്നൊക്കെയാണ് അല്ലേ? മാൻ, മെഷീൻ, മണി, മെറ്റീരിയൽസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ പഠിക്കുന്നില്ലേ? പഠിച്ചിട്ടുണ്ടോ? അതിന് മാൻ, മെഷീൻ, മണി, മെറ്റീരിയൽസ് 4 M's എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നുമല്ല അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. പണമൊന്നുമല്ല. നമുക്ക് ഒരു എങ്ങനെ ഹൗ ടു സെറ്റപ്പ് ആൻ എന്റർപ്രൈസ്, ഒരു സംരംഭം എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം, ആദ്യം എവിടെയാണ് ഈ സംരംഭം വരേണ്ടത്? കരകൗശല വസ്തുനിർമ്മാണ പരിശീലനത്തിന് BHSSലെ മുൻ അധ്യാപിക ഗീതാ ബേബി നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ഇൻചാർജ് D ജയശ്രീ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ലബ് കൺവീനർ S ശിവ സ്വാഗതവും ക്ലബ് അംഗം A അൽഫിയ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോരുവഴി വടക്കേമുറി കൈതാമഠം ഭദ്രകാളി ക്ഷേത്രത്തിൽ സൂര്യപൊങ്കാല നടന്നു. 24-ന് നടക്കുന്ന മകം തിരുനാൾ മഹോത്സവത്തിന് മുന്നോടിയായിട്ടാണ് പൊങ്കാല സമർപ്പണം നടന്നത്. പോരുവഴി കൈതാമഠം ഭദ്രകാളി ക്ഷേത്രത്തിലെ മകം തിരുനാൾ മഹോത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള സൂര്യപൊങ്കാലയാണ് നടന്നത്. ക്ഷേത്രം മേൽശാന്തി അനന്തകൃഷ്ണൻ പോറ്റി നിവേദ്യ പൂജയ്ക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹയജ്ഞം അപവൃത സ്നാന ഘോഷയാത്രയുടെ സമാപിക്കും. ക്ഷേത്രത്തിലെ നിത്യ പൂജകൾക്ക് പുറമെ സോപാന സംഗീതം, പ്രഭാഷണം, പ്രസാദമൂട്ട്, യജ്ഞ സമർപ്പണം എന്നിവയും നടക്കും. 24-ന് ശനിയാഴ്ച ജീവിത എഴുന്നള്ളത്ത്, താലപ്പൊലി ഘോഷയാത്ര എന്നിവയോടെ നടക്കുന്ന വർണ്ണപ്പകിട്ട് ചാർത്തിയെത്തുന്ന നന്ദികേശൻ രുടെ കെട്ടുകാഴ്ച എഴുന്നള്ളിപ്പോടെ ഉത്സവങ്ങൾ സമാപിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കുളക്കട നമ്പിമഠത്തിൽ രമേശ് ഭാനു ഭണ്ഡാരത്തിൽ, പോരുവഴി പത്മവിലാസത്ത് മഠത്തിൽ അനന്തകൃഷ്ണൻ പോറ്റി എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും.
ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. കായംകുളം MSM കോളേജിന് മുന്നിലായിരുന്നു സംഭവം. ചന്ദനത്തോപ്പിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന ആവശ്യം. കരുനാഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. കൊല്ലം ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 170 പട്ടയങ്ങൾ കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.